റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. കേരളത്തിന് ബദലായുള്ള അതിവേഗ റെയിൽ പദ്ധതി വേഗത്തിലാക്കാൻ UDF സർക്കാർ. ഇന്നലെ നടന്ന കൂടിക്കാഴ്ചയിൽ DPR ഇ ശ്രീധരൻ മുഖ്യമന്ത്രി VD സതീശന് കൈമാറി. തിരുവനന്തപുരം പൂജപ്പുര മുതൽ കണ്ണൂർ വരെയുള്ള അതിവേഗ റെയിൽ പദ്ധതിയുടെ ചിലവ് പ്രതീക്ഷിക്കുന്നത് 60,000 കോടി രൂപയാണ്. 12 ബോഗികളുള്ള ട്രെയിനിൽ ഒരേ സമയം 800 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. 3.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂർ എത്താനാണ് പദ്ധതി ഇടുന്നത്. റോഷിപാലുണ്ട്. റോഷിപാൽ, കേരളത്തിന് പകരം പുതിയ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് VD സതീശൻ പറഞ്ഞിരുന്നത്. അത് ഇത്ര വേഗമാകുമോ എന്ന് നമ്മൾ കരുതിയില്ല. ഈ ശ്രീധരൻ കൊടുത്ത DPRന് UDF സമ്മതം നൽകിയിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കുന്നത്? ഇനി വിശദമായ ചർച്ചകൾക്ക് ശേഷമല്ലേ അത് നടപ്പിലാക്കാൻ പറ്റൂ. ആകാശപാതയാണ്, അതിൽ 70% ആകാശത്തൂടി പോകുന്നു എന്നുള്ളതാണ്. അതായിരുന്നു ആദ്യം തന്നെ ഈ ശ്രീധരൻ സമർപ്പിച്ച ആകാശപാത ഡിസൈൻ. അത് ഇതുവരെയും ആരും അംഗീകരിച്ചില്ല. UDF സർക്കാർ ഇത് പരിഗണിക്കുന്നുണ്ടെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അരുൺകുമാർ, LDF സർക്കാരിന്റെ കേരയിൽ പദ്ധതി ഉപേക്ഷിച്ചതിന് തൊട്ടു പിന്നാലെയാണ് UDF ബദൽ പാതയുമായി വരുന്നത്. അതിവേഗ റെയിൽ പാത പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ നടപ്പിലാക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ പ്രഖ്യാപനം. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇ ശ്രീധരനുമായി UDF നേതാക്കൾ ആശയവിനിമയം നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വിശദ പദ്ധതി റിപ്പോർട്ടാണ് ഇന്നലെ മുഖ്യമന്ത്രി VD സതീശന് മെട്രോമാൻ ഇ ശ്രീധരൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് കൈമാറിയത്. ആ റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അതിൽ 60,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി അത് പൂജപ്പുരയിൽ തുടങ്ങി നേരെ കണ്ണൂരിൽ അവസാനിക്കുന്ന രീതിയിലാണ്. അതിൽ പ്രധാനപ്പെട്ട പ്രത്യേകത 23 സ്റ്റേഷനുകളുണ്ട്. ഒപ്പം അതിൽ 12 ബോഗിയുള്ള ട്രെയിനാണ് ഓടിക്കാൻ കഴിയുന്നത്. അതിൽ 800 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന കാര്യം ജനകീയ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പിലാക്കുമെന്നതാണ്. ജനകീയ പങ്കാളിത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളിൽ നിന്നും പണം പിരിച്ചെടുക്കുന്നു. ജനങ്ങളുടെ ഓഹരി പങ്കാളിത്തം ആ കമ്പനിയിൽ ഉറപ്പുവരുത്തും. കേന്ദ്ര സംസ്ഥാന പദ്ധതിയാണെങ്കിൽ പോലും അത് ജനങ്ങളുടെ കൂടുതൽ ഓഹരി പങ്കാളിത്തം ഉറപ്പുവരുത്തിയാകും അത് പൂർത്തീകരിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് വലിയ എതിർപ്പ് വരില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ആകാശപാതയ്ക്ക് വലിയ പ്രാധാന്യം നൽകും. സ്വാഭാവികമായും പരിസ്ഥിതിക്ക് അതുകൊണ്ട് വലിയ ആഘാതം ഉണ്ടാകില്ല എന്ന ഒരു വിലയിരുത്തലുമുണ്ട്. അതുകൊണ്ട് ഈ പദ്ധതിക്ക് സ്വാഭാവികമായും UDF നേതൃത്വം രാഷ്ട്രീയ അനുമതി നൽകാനാണ് സാധ്യത. ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശന്റെ കൈവശമുള്ള വിശദ പദ്ധതി റിപ്പോർട്ട് അത് കോൺഗ്രസ് നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷം UDF നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷം തൊട്ടുപിന്നാലെ മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് എത്തും. 2 ആഴ്ച സമയമാണ് ഇ ശ്രീധരനോട് ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ ചോദിച്ചത്. ഇന്നലെ കൂടിക്കാഴ്ച ഏതാണ്ട് 15 മിനിറ്റോളം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. അതിനു മുമ്പ് കൂടിക്കാഴ്ചകളും ടെലിഫോണിൽ ആശയവിനിമയം നടന്നതാണ്. ഈ പദ്ധതി റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം അതിൽ മറുപടി നൽകാമെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്. കൂടിക്കാഴ്ചയിൽ പൊന്നാനി MLA KP നൌഷാദ് അലി കൂടി ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ അതിവേഗ റെയിൽ പാതയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കമിടുന്നത് പൊന്നാനി MLA VD സതീശന്റെ വിശ്വസ്തൻ കൂടിയായ KP നൌഷാദ് അലി ഇ ശ്രീധരനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ്. ഏതായാലും 2 റെയിൽ പദ്ധതികളാണ് സംസ്ഥാന സർക്കാരിന് മുന്നിൽ. ഒന്ന് RRT ആണ്, അത് LDF സർക്കാർ പ്രഖ്യാപിച്ച റെയിൽ അതിവേഗ റെയിൽ പദ്ധതി. രണ്ടാമത്തേത് ഇ ശ്രീധരന്റെ പദ്ധതി. അതിൽ ഇ ശ്രീധരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സംസ്ഥാനത്ത് അതിവേഗ റെയിൽ പാത പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ UDF സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതിൽ പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ വലിയ സാമ്പത്തിക സഹായം ആവശ്യം വരും. അതിനൊപ്പം തന്നെ സംസ്ഥാനത്ത് നേരത്തെ ഇ ശ്രീധരൻ പറഞ്ഞതുപോലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവരുടെ ഓഹരി പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നത്. ഏതായാലും ഈ പദ്ധതി 4 വർഷത്തിനകം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് UDF സർക്കാരിന്. അങ്ങനെയെങ്കിൽ ഈ സർക്കാരിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് അതിവേഗ റെയിൽ പാത പദ്ധതി പൂർത്തീകരിക്കും. അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ആയിരിക്കും പദ്ധതിയുടെ മുന്നോട്ടേക്കുള്ള പോക്ക്. പക്ഷേ ഇതിന് പാരിസ്ഥിതിക അനുമതി വേണം, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇതിൽ ഇന്ത്യൻ റെയിൽവേയുടെ സഹായമാണോ അല്ലെങ്കിൽ മീററ്റ് ദില്ലി മാതൃകയിൽ കേന്ദ്ര നഗര വികസനകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയോ അവരുടെ സഹായമാണോ തേടുക എന്നതൊക്കെ വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഏതായാലും ഇ ശ്രീധരൻ നൽകിയ വിശദ പദ്ധതി റിപ്പോർട്ടിലുള്ള ചർച്ചകൾക്ക് സംസ്ഥാന സർക്കാർ അത് UDF നേതൃത്വം തുടക്കമിട്ട് കഴിഞ്ഞു. ഓക്കെ, അത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ഉടനെ തന്നെ BJP പദ്ധതിയല്ലേ എന്ന മട്ടിലുള്ള വിമർശനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രേക്ഷകൻ പറയുന്നു, അതിവേഗ റെയിൽ വരുന്നു, അത് കയറ് കെട്ടി ആകാശത്തിലൂടെയാണ്, ആരുടെയും വീട് പോകില്ല. ഒരു പില്ലർ തിരുവനന്തപുരത്തും മറ്റൊരു പില്ലർ കണ്ണൂരിലും, അതിലൂടെ കയറ് കെട്ടി പോകും എന്ന് ഒരു പ്രേക്ഷകൻ തമാശ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ തമാശിക്കേണ്ട. ഇ ശ്രീധരൻ വളരെ വ്യക്തമായൊരു DPR കൊടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. പക്ഷേ 60,000 കോടി കൊണ്ടൊക്കെ ഇത്രയും ദൂരം 12 ബോഗികളുള്ള ഒരു തീവണ്ടി സഞ്ചരിക്കത്തക്ക രീതിയിൽ നമുക്ക് അതിവേഗ റെയിൽ വരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു പൊതുവേ ഒരു സംശയമുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ ഇനിയിപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ, എവിടെയൊക്കെയാണ് പില്ലർ വരാൻ പോകുന്നത്, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്.
കാത്തിരുന്ന് കാണാം. പിന്നെ നമ്മൾ ഇത്തരം നല്ല പദ്ധതികൾ വരുന്നതിനെ പോസിറ്റീവായിട്ട് കാണണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. പക്ഷേ അതിൽ പരിസ്ഥിതി ഇമ്പാക്റ്റ് ഉണ്ടോ, മനുഷ്യാവകാശ ലംഘനമുണ്ടോ എന്നൊക്കെ കേരളവുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ ചർച്ച ചെയ്തല്ലോ. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുക, കാത്തിരുന്ന് കാണാം. 800 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ് ഇപ്പോൾ വരുന്നത്. 3.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരെത്തും. ഇപ്പോൾ നമ്മൾ 3.5 മണിക്കൂർ കൊണ്ട് ബൈ റോഡാണ് വരുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കഷ്ടിച്ച് കൊട്ടാരക്കര അടൂർ വരെ എത്തും. അത്രയല്ലേ നമ്മൾ എത്തുക. അല്ലെങ്കിൽ നമ്മൾ ആലപ്പുഴ വരെ നമ്മൾ കഷ്ടിച്ചെത്തും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എത്തണമെങ്കിൽ വീണ്ടും ഒരു 10 മണിക്കൂർ എടുക്കും. ആ അവസ്ഥയാണ്. പക്ഷേ എങ്കിലും 3.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ എത്തണം. ചില ആളുകളൊക്കെ പണ്ട് ചോദിച്ചായിരുന്നു, ആർക്കാ ഇത്തരം ധൃതി ഉണ്ട് സാർ.